ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. കൂന്തൽ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇതൊരു ഫേവറേറ്റ് ഐറ്റം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കൂന്തൽ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റെല്ലാം എടുത്ത് മാറ്റിയിട്ട് കൈവച്ചിട്ട് ഉള്ളിലൊക്കെ നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചാൽ ഇത് കുക്കാവുമ്പോൾ ഫില്ലിങ് പുറത്തേക്ക് വരും. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള ചിറക് കട്ട് ചെയ്ത് വെച്ചതാണിത്. ഇത് ഫില്ലിങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ തലഭാഗം ഞാൻ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതെടുക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് നമുക്ക് വേണ്ടത് 2 സവാള, 2 പച്ചമുളക്, 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ കൂന്തലിൻ്റെ ചിറക് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി വെച്ചത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ അതിലേക്ക് മുറിച്ച് വെച്ച സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയെല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് ഇനിയും വേണമെങ്കിൽ മുളക് പൊടി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കൂന്തലിൻ്റെ ചിറക് ഭാഗം ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ തേങ്ങൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. പക്ഷേ തേങ്ങ ഇടുമ്പോൾ ഇതിന് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ആ ടൈം കൊണ്ട് നമ്മുടെ മസാല നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നിറച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കൂന്തലും മസാലയും ടൂത്ത് പിക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കൂന്തലെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 2 സ്പൂൺ മസാല ഇട്ട് കൊടുക്കുക. ഇത് ചെറിയ സ്പൂണാണ്. ഇതുപോലത്തെ സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ മസാല ഫില്ലാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുറച്ചേ ഫില്ലാക്കാൻ പാടുള്ളൂ. നമ്മൾ എടുക്കുന്ന കൂന്തലിൻ്റെ അരഭാഗത്തിലും കുറവായിട്ടേ ഫില്ലിങ് നിറച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മളിത് കുക്ക് ചെയ്യുന്ന ടൈം കൂന്തൽ നല്ലോണം ചുരുങ്ങിയിട്ട് നേരെ പകുതിൻ്റെ ചെറുതാവും. അപ്പോൾ ഫില്ലിങ് അധികമായി കഴിഞ്ഞാൽ കൂന്തൽ പൊട്ടിയിട്ട് നമ്മുടെ മസാല പുറത്തേക്ക് വരും. ഇതിൽ ഫില്ലിങ് നിറച്ച് കഴിഞ്ഞാൽ ടൂത്ത് പിക്ക് എടുത്തിട്ട് സൈഡിൽ ഇതുപോലെ കുത്തി കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ മസാല ഭയങ്കര കുറച്ചേ നിറച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് ഇതിൻ്റെ മേലെ കൂന്തൽ നിറച്ചത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. കൂന്തൽ ഓവർ കുക്കാക്കി എടുക്കാൻ പാടില്ല. ഓവർ കുക്കായാൽ കൂന്തൽ ഭയങ്കര ഹാർഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധത്തിലായി പോകും. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചുരുങ്ങിയിട്ട് നേരെ പകുതിയിലും ചെറുതായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മസാല എല്ലാം കറക്റ്റ് ഫില്ലാക്കിയതുകൊണ്ട് തന്നെ കൂന്തലൊന്നും പൊട്ടിയിട്ടില്ല. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മസാല മിക്സ് റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂന്തൽ നിറച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ആ ടൈമിൽ ഇതിലേക്ക് ഉപ്പിടാൻ മറന്നതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. നിങ്ങൾക്കിത് ഡ്രൈ ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇത് റെഡിയാക്കി എടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.